നമ്മുടെ നാട്ടിൽ എല്ലാവരും ജിമ്മിൽ പോകാൻ തുടങ്ങുമ്പോൾ ചെയ്യുന്നൊരു സംഭവമാണ് ട്രെയിനിങ് ലൈക്ക് എ ബോഡി ബിൽഡർ. എല്ലാവരും ജിമ്മിൽ പോകണ എല്ലാവരും ഒട്ടുമിക്ക ഒരു 99% ആൾക്കാരും ഒരു ബോഡി ബിൽഡറെ പോലെയാണ് ട്രെയിൻ ചെയ്യുന്നത്. നമ്മുടെ നാട്ടിൽ ഉള്ളൊരു കൺസെപ്റ്റും അങ്ങനെ തന്നെയാണ്. ജിമ്മിൽ പോകണവരൊക്കെ ബോഡി ബിൽഡർ എന്നുള്ള രീതിയിലായിരുന്നു ഇതുവരെ. ഇപ്പോൾ മാറി തുടങ്ങുന്നുണ്ട്. അപ്പോൾ ശരിക്കും എല്ലാവരുടെയും ഗോൾ അതല്ലല്ലോ. പിന്നെ എന്തിനാണ് അങ്ങനെ ട്രെയിൻ ചെയ്യുന്നത്? അതിന് മുമ്പൊരു കാര്യം പറയാനുള്ളത്, ഐ ജസ്റ്റ് റിമൂവ്ഡ് മൈ ഹെയർ. എപ്പോഴും എനിക്ക് ജീവിതത്തിൽ അത്യാവശ്യം നല്ല ഇൻറ്റൻസ് ഫോക്കസ് ചെയ്യേണ്ട സമയങ്ങൾ വരുമ്പോൾ ഐ ജസ്റ്റ് ഷേവ് മൈ ഹെഡ്. അതെന്താണെന്ന് വെച്ചാൽ പുതിയൊരു ഐഡൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്യാം. കോബ്രയാൻ മൂപ്പർക്കൊക്കെ ഉണ്ടായിരുന്നു മാമ്പ മെൻറ്റാലിറ്റി എന്ന് പറഞ്ഞിട്ടൊരു സംഭവം. നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന വേറൊരു ഐഡൻറ്റിറ്റി. ഇറ്റ്സ് ലൈക്ക് എ പവർഫുൾ. നമ്മൾ എന്ത് ക്യാരക്ടറിസ്റ്റിക്കാണ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെ വെച്ചുകൊണ്ട് ഉണ്ടാക്കുന്ന ഒരു ക്യാരക്ടർ നമ്മൾ തന്നെ ഉണ്ടാക്കുന്നത്. വെൻ വി വോണ്ട് ഇൻറ്റൻസ് ഫോക്കസ് അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ ഉദ്ദേശിക്കുന്ന എന്തിലേക്കാണ് നമ്മൾ സ്വിച്ച് ചെയ്യേണ്ടത്, അപ്പോൾ നമ്മൾ ആ ക്യാരക്ടറിലേക്ക് മാറുക. ആ ഒരു പ്രത്യേകതകളൊക്കെ ഉള്ള ആ ക്യാരക്ടറിലേക്ക്. അങ്ങനൊരു കൺസെപ്റ്റാണ്. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഇനി ഐ ഡോണ്ട് ഹാവ് മച്ച് ടൈം. ഐ ഹാവ് ടു ഫോക്കസ്. ഐ ഹാവ് ടു ഗെറ്റ് റീച്ച്. ഐ വാണ്ട് ടു മേക്ക് മൈ വീഡിയോസ് വൈറൽ ഓർ സക്സസ്ഫുൾ. സോഷ്യൽ മീഡിയ നല്ല രീതിയിൽ ബിൽഡ് ചെയ്യണം. ഫോർ ദാറ്റ് ഞാനിങ്ങനെ ഡിസിപ്ലിനൊന്നും ഇല്ലാതെ നോർമൽ രീതിയിൽ നിന്നിട്ട് കാര്യമില്ല. ഐ വാണ്ട് ടു ഗോ ഫോർ മോഡ്, അല്ലെങ്കിൽ മങ്ക് മോഡ് എന്നൊക്കെ പറയും. ലെറ്റ്സ് ഗോ ടു ദ ടോപ്പിക്. ഞാനും ജിമ്മിൽ പോകാൻ തുടങ്ങിയപ്പോൾ ചെയ്തിരുന്ന ഒരു സംഭവമാണത്. ബോഡി ബിൽഡേഴ്സിനെ പോലെ ട്രെയിൻ ചെയ്യുക. ഈ പീനട്ട് ബട്ടറും ഓട്സും നമുക്ക് കിട്ടുന്ന എന്തൊക്കെയാണോ അതൊക്കെ കഴിച്ച് കണ്ട് കുത്തി നിറച്ച് ബൾക്ക് ചെയ്യുക, അതുപോലെ കട്ട് ചെയ്യുക. ഇങ്ങനത്തെ ഒരു എക്സ്ട്രീം ഫേസുകൾ. വിത്ത് ആൾ ഡ്യൂ റെസ്പെക്ട്, ഇഫ് യു വാണ്ട് ബി എ ബോഡി ബിൽഡർ, പ്ലീസ് ഡോണ്ട് വാച്ച് ദിസ് വീഡിയോ. പ്ലീസ് ടേക്ക് അഡ്വൈസ് ഫ്രം എ ബോഡി ബിൽഡർ. ഞാൻ അഡ്വൈസ് കൊടുക്കുന്നത് സ്വന്തം ഹെൽത്തിയസ്റ്റ് ഫോമിലേക്ക് മാറാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ, കുറച്ചും കൂടി അത്ലറ്റിക് പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ആൾക്കാർക്ക് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. ഇഫ് യു ആർ എ ബോഡി ബിൽഡർ, ഐ ടോട്ടലി റെസ്പെക്റ്റ് യു. പ്ലീസ് ഇതിൽ പറയുന്ന അഡ്വൈസ് ഒന്നും സ്വീകരിക്കേണ്ട, കാരണം ഞാനൊരു ബോഡി ബിൽഡർ അല്ല. അപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പോൾ നിങ്ങളൊരു ഫുട്ബോൾ പ്ലെയർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ട്രെയിനിങ് വേറെ രീതിയിലായിരിക്കും. നിങ്ങളൊരു സ്പ്രിൻ്റർ ആണെങ്കിൽ ഏകദേശം ആ ഒരു രീതിയിൽ തന്നെ അത്ലറ്റിക് പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യുന്ന രീതിയിലായിരിക്കും. നിങ്ങളൊരു സൈക്ലിസ്റ്റ് ആണെങ്കിൽ, അതല്ല നോർമലി ഒരു ഹെൽത്തി ലൈഫ് ലീഡ് ചെയ്യാൻ വേണ്ടി വരുന്നതാണെങ്കിൽ, ജസ്റ്റ് വെയ്റ്റ് ലോസിന് വരികയാണെങ്കിൽ, ഓരോന്നിനും ഓരോ രീതിയിലുള്ള വർക്കൗട്ടാണ്. അപ്പോൾ ഞാനും ഫസ്റ്റ് എങ്ങനെ ചെയ്തതെന്ന് വെച്ചാൽ, ജിമ്മിൽ ജോയിൻ ചെയ്ത ഫസ്റ്റ് ഇയറൊക്കെ ഫുൾ ബോഡി ബിൽഡറിന് മാതിരി ആഴ്ചയിൽ ഒരു 6 ദിവസം വർക്കൗട്ട് ചെയ്യും, 1 ദിവസം റെസ്റ്റ് കൊടുക്കും, അല്ലെങ്കിൽ 2 ദിവസം റെസ്റ്റ് എടുക്കും. ശരിക്കും ആ ഒരു ബോഡി ബിൽഡർ സ്പ്ലിറ്റിൽ തന്നെ, അല്ലെങ്കിൽ പുഷ് പുൾ ലെഗ്സോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ചെസ്റ്റ് ആൻഡ് ബാക്ക്, ട്രൈസ് ബൈസ്, അങ്ങനെ രീതിയിൽ ആംസ് ഡേ, അങ്ങനെയൊക്കെ രീതിയിലൊക്കെ ഫുള്ള് വർക്കൗട്ട് ചെയ്തിരുന്നു. അതായത് മൊത്തം ഹൈപ്പർ ട്രോഫി ഫോക്കസ് ചെയ്തിട്ടുള്ള വർക്കൗട്ട് ആയിരിക്കും. മസിൽ ബിൽഡ് ചെയ്യാൻ മാത്രമുള്ള വർക്കൗട്ടായിരിക്കും. പക്ഷെ അവിടെ പ്രശ്നം എന്താ വെച്ചാൽ, ഇപ്പോൾ നിങ്ങളെ ഗോൾ എന്ന് പറയുന്നത് ജസ്റ്റ് ലുക്കിംഗ് ഗുഡ് ആണെന്നുണ്ടെങ്കിൽ, അത്യാവശ്യം കുഴപ്പമില്ലാത്ത മസിലൊക്കെ വെച്ചാണ്. ഞാൻ ആരും അങ്ങനെ ട്രെയിൻ ചെയ്താൽ ബോഡി ബിൽഡറിൻ്റെ പോലെ ഭയങ്കര മസിലും ഇതൊക്കെ വരുമെന്ന് വിചാരിക്കേണ്ട. കാരണം നാച്ചുറലി നിങ്ങൾ ചെയ്യുന്നതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട്. നല്ല ബോഡി ഉണ്ടാവും ഡെഫിനറ്റ്ലി, പക്ഷേ ഹെവി രീതിയിൽ ക്രിസ് ബംസ്റ്ററിനൊക്കെ മാതിരി അങ്ങനെയൊക്കെ ആവണമെന്നുണ്ടെങ്കിൽ, ഒരു പ്രോ ബോഡി ബിൽഡറിൻ്റെ മാതിരി ആവണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു ഹാവ് ടു ഗെറ്റ് എൻഹാൻസ്ഡ്. യു ഹാവ് ടു ടേക്ക് TRT, ടെസ്റ്റോസ്റ്ററോൺ റീപ്ലേസ്മെൻറ്റ് തെറാപ്പിയൊക്കെ എടുക്കേണ്ടി വരും, സ്റ്റിറോയിഡ്സ് എടുക്കേണ്ടി വരും. സോ അതല്ലാതെ നിങ്ങളൊരു ഗോൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് നല്ലൊരു ബോഡി ബിൽഡ് ചെയ്യണം, നല്ല നിങ്ങളുടെ ലുക്കാണ് ഏറ്റവും പ്രാധാന്യം എന്നുണ്ടെന്നുണ്ടെങ്കിൽ, അതുപോലെ സ്ട്രെങ്ത്തും ആണ് പ്രാധാന്യം എന്നുണ്ടെങ്കിൽ, ഡെഫിനറ്റ്ലി യു ക്യാൻ ട്രെയിൻ ലൈക്ക് എ ബോഡി ബിൽഡർ, നോ പ്രോബ്ലം. പക്ഷേ ഒരു ഫുട്ബോൾ പ്ലെയറിനെ സംബന്ധിച്ച് ഓനക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഓൻ്റെ സ്പീഡ്, മൊബിലിറ്റി, അത്ലറ്റിക് പെർഫോമൻസ്, എക്സ്പ്ലോസീവ്നെസ്, ക്വിക്ക് ടൈമിങ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. അതേപോലെ സ്റ്റാമിന, ഇതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഓർക്ക് ചെയ്യേണ്ട വർക്കൗട്ട്, അതേപോലെ ഒരു സ്പ്രിൻ്ററിനെ സംബന്ധിച്ചും ഓർക്ക് വേണ്ടത് എക്സ്പ്ലോസീവ്നെസ്, അതേപോലെ സ്പീഡ്, കുറച്ച് മസിലും വേണ്ടി വരും. അപ്പോൾ ഇവർക്കൊക്കെ മെയിനായിട്ട് ട്രെയിൻ ചെയ്യേണ്ടി വരിക ലെഗും പിന്നെ ഷോൾഡർ മസിൽസൊക്കെ കയറും. ഇപ്പോൾ ഫുട്ബോൾ പ്ലെയർ ആണെന്നുണ്ടെങ്കിലും ഡിഫൻഡൊക്കെ ചെയ്യാൻ വേണ്ടി അത്യാവശ്യം ബോഡി വേണ്ടി വരും. പക്ഷേ ഫുള്ളി എന്താവില്ല, മസിൽ ബിൽഡിങ് ആവില്ല വരുത്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ വർക്കൗട്ടാണ്. അപ്പോൾ ഒരു അത്ലറ്റിക്
ബോഡി അല്ലെങ്കിൽ ഒരു അത്ലറ്റിക് ലൈഫാണ് നിങ്ങൾ ഉദ്ദേശം എന്നുണ്ടെങ്കിൽ ഈ നോർമൽ പുഷ് പുൾ ലെഗ്സ് എന്ന് മാറി യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് എന്ത് ചെയ്യുക. കാരണം നമ്മുടെ നാട്ടിൽ അത്ലറ്റ്സിന് വേണ്ടി ടൈലർ ചെയ്ത് വർക്കൗട്ട് കൊടുക്കുന്നത് വളരെ റയറാണ്. ഞാൻ കുറേ സ്ഥലത്ത് അന്വേഷിച്ച് നോക്കി. അത് ഇതിനായിട്ട് ചെയ്യുന്ന സ്ഥലങ്ങളുണ്ടാവുമല്ലോ, എന്താ പറയുക, ഇപ്പോൾ കോളേജിലൊക്കെ ഉള്ള ടീം ഉണ്ടാവുമല്ലോ, ഈ സ്പോർട്സ് കോട്ട വഴി വന്ന ആൾക്കാർ, അതായത് പ്രൊഫഷണൽ അത്ലറ്റ്സ്, ഇൻ്റർ യൂണിവേഴ്സിറ്റി ലെവലിൽ അങ്ങനെയൊക്കെ പോകുന്ന അത്ലറ്റ്സ്, ഇൻ്റർ കോളേജ് ലെവലിലൊക്കെ പോകുന്ന അത്ലറ്റ്സ് ആണ് അങ്ങനെ ട്രെയിൻ ചെയ്യണം. അവിടെ തന്നെയുള്ള ട്രെയിനിങ്. അതല്ലാതെ ഒരു ജിമ്മിൽ പോയിട്ട് ഇങ്ങനെ ഒരു വർക്കൗട്ട് ഞാൻ നോക്കിയിട്ട് കണ്ടിട്ടില്ല. അവിടെ മെയിനായിട്ട് വരിക എന്തൊക്കെയാ വെച്ചാൽ പവർ ക്ലീൻസ്, പിന്നെ ഈ ഷോൾഡറിന് വരുന്ന പുഷ് വർക്കൗട്ടുകൾ, സ്നാച്ചുകൾ, പിന്നെ ഫുള്ള് ലെഗിനുള്ള വർക്കൗട്ട്. അത് നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ ലെഗ് എക്സ്റ്റൻഷനും ഹാംസ്ട്രിങ്ങുകൾ അങ്ങനെ നോർമൽ ലെഗ് എക്സസൈസുകളല്ല. മെയിനായിട്ട് വരിക സ്ക്വാട്ട് ഉണ്ടാവും, പക്ഷെ അത് ഹാഫ് റെപ്പേ ചെയ്യുന്നുണ്ടാവുള്ളൂ. ഫുൾ സ്ക്വാട്ട് ചെയ്യില്ല. നമ്മൾ സ്ക്വാട്ട് ഫുള്ള് ചെയ്യലോ, ഡീപ്പ് സ്ക്വാട്ട് അതൊന്നും ഉണ്ടാവില്ല. ഡീപ്പ് സ്ക്വാട്ട് വേറെ എക്സസൈസ് ആയിരിക്കും. പിന്നുള്ളത് സെമി സ്ക്വാട്ട് അല്ലെങ്കിൽ ഹാഫ് സ്ക്വാട്ട് എന്നൊക്കെ പറയുന്ന രീതിയിൽ നമ്മൾ സ്പ്രിൻറ്റേഴ്സൊക്കെ സ്റ്റാർട്ടിങ്ങില്ലേ, ആ ബ്ലോക്ക് സ്റ്റാർട്ടെന്ന് വരുന്നത് അതിന് ഇമിറ്റേറ്റ് ചെയ്യുന്ന ടൈപ്പ് നമ്മൾ പകുതി മാത്രം സ്ക്വാട്ട് ചെയ്തിട്ട് നീക്കണ ഒരു ടൈപ്പ് വർക്കൗട്ടുകൾ. അതുപോലെ ലഞ്ചസ്, പിന്നെ സ്ലെഡ്ജ് ഇട്ടുകൊണ്ട്, അതായത് വെയിറ്റ് ബാക്കിലിട്ടിട്ട് റൺ ചെയ്യുന്ന പരിപാടികൾ, അങ്ങനത്തെയൊക്കെയാണ്. ഈ ഫുട്ബോൾ പ്ലേയേഴ്സിന് മെയിനായിട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും. എക്സ്പ്ലോസീവ്നെസ്, അതേപോലെ ലെഗിൻ്റെ പവർ കൂടാൻ മെയിനായിട്ട് സ്ക്വാട്ടും അങ്ങനത്തെ വർക്കൗട്ടുകളൊക്കെ കൂടുതൽ ഉണ്ടാവുക. അപ്പോൾ ഇവരെല്ലാവരും ജിമ്മിൽ പോയാൽ അധികം ആൾക്കാർക്കും ഇവർ കൊടുക്കുന്ന വർക്കൗട്ട് ഈ നോർമൽ പുഷ് പുൾ ലെഗ്സ്, അല്ലെങ്കിൽ ചെസ്റ്റ് ആൻഡ് ബാക്ക്, ഷോൾഡർ ഡൈസപ്സ്, അല്ലെങ്കിൽ ബ്രോ സ്പ്ലിറ്റ്, ഓരോ ദിവസം ഓരോ മസിൽ, ഇങ്ങനെയാണ് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ പർപ്പസ് എന്താണ് മനസ്സിലാക്കിയിട്ട് ട്രെയിൻ ചെയ്യാം. ഇപ്പോൾ ലുക്ക് ആൻഡ് സ്ട്രെങ്ത്ത് മാത്രമാണെങ്കിൽ ഡെഫിനറ്റ്ലി യു ക്യാൻ ട്രെയിൻ ലൈക്ക് ബോഡി ബിൽഡർ. പക്ഷേ അത്ലറ്റിക് പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, യൂട്യൂബിലൊക്കെ നോക്കി അതിനുള്ള വർക്കൗട്ടുകൾ പഠിച്ച് അനുസരിച്ച് ചെയ്യേണ്ടി വരും. എന്നാലേ നിങ്ങളുടെ പെർഫോമൻസ് ഇമ്പ്രൂവ് ആവുള്ളൂ. മസിൽ ഇമ്പ്രൂവ് ആയാലും ഒരുവിധം നിങ്ങൾക്ക് ഉപകാരങ്ങളുണ്ടാവും. പക്ഷേ ശരിക്കും ഒരു ഫുട്ബോൾ പ്ലെയറിനെ സംബന്ധിച്ച് എനിക്ക് കൂടുതൽ മസിലല്ലല്ലോ വേണ്ടത്. അപ്പോൾ അത് ഇമ്പ്രൂവ് ആണെങ്കിൽ അതിനായിട്ടുള്ള ട്രെയിനിങ് ചെയ്യേണ്ടി വരും, ഒരു സ്പ്രിൻറ്ററിനെ സംബന്ധിച്ചാണെങ്കിലും. പിന്നെ ഫുഡിൻ്റെ രീതി, ഒരു ബോഡി ബിൽഡേഴ്സിൻ്റെ രീതി എന്ന് പറയുന്നത് കാർബ് ലോഡിങ്ങും എക്സ്ട്രീം ബൾക്കിങ്ങും എക്സ്ട്രീം കട്ടിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷെ നമ്മളെ സംബന്ധിച്ച് ഒരു ഹെൽത്തി ലൈഫാണ് ലീഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു അത്ലറ്റ് ആണെന്നുണ്ടെങ്കിൽ അത്ലറ്റിന് ഡിഫറെൻറ്റ് ഫേസുകളുണ്ടാവും. കണ്ടീഷനിങ് ഫേസ് ഉണ്ടാവും. അതേപോലെ റേസിനോട് അടുപ്പിച്ചാണെങ്കിൽ കാർബോഹൈഡ്രേറ്റ്സ് കുറക്കും, അതിന് മുമ്പ് കാർബോഹൈഡ്രേറ്റ്സ് കൂട്ടും, ഇങ്ങനത്തെ പരിപാടി ഉണ്ട്. പക്ഷേ എങ്ങനെയായാലും ഇവിടെ ബൾക്കിങ് കട്ടിങ് അങ്ങനെ നല്ല രീതി വരിക. ഇവിടെ എപ്പോഴും നമ്മളെ പെർഫോമൻസിന് വേണ്ടിയുള്ള ഇതായിരിക്കും. കാരണം നമ്മൾ ബൾക്ക് ചെയ്യുമ്പോഴും കട്ട് ചെയ്യുമ്പോഴൊക്കെ നമ്മൾ മെൻ്റലി ഭയങ്കര പ്രശ്നങ്ങളാണ്. മെൻ്റൽ ഹെൽത്തിനെ നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ട്. നല്ല എക്സ്ട്രീം ബൾക്കിംഗ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ഹാപ്പിനെസ്സും കാര്യങ്ങളൊക്കെ കുറവായി, കുറച്ചൊരു ഡിപ്രഷൻ സ്റ്റേറ്റിലായിരിക്കും. പഠിച്ചാലൊന്നും വല്ലാതെ മനസ്സിൽ നിൽക്കില്ല. അങ്ങനത്തെ ഒരു ഇതാണ് ഈ ബൾക്ക് ചെയ്യുമ്പോൾ വരിക. കാരണം ഫുള്ളി കാർബോഹൈഡ്രേറ്റ് ആണ്. അപ്പോൾ നമുക്ക് കുറച്ചൊരു ബുദ്ധിമുട്ടായി കാരണം. പിന്നെ കട്ട് ചെയ്യുമ്പോഴും നമുക്ക് എക്സ്ട്രീംലി നമ്മൾ റെസ്ട്രിക്റ്റ് ചെയ്യുകയാണല്ലോ ഡയറ്റ്, അപ്പോഴും കുറച്ച് പ്രശ്നങ്ങളുണ്ടാകും. പക്ഷേ ഒരു ബോഡി ബിൽഡിനെ സംബന്ധിച്ച് അതാണോ അല്ലെ പ്രൊഫഷൻ, അതാണോ അല്ലെ മെയിൻ തിങ്. അപ്പോൾ അതിനെ സാക്രിഫൈസ് ചെയ്യാൻ ഓക്കെ, ഇറ്റ്സ് വർത്ത് ഇറ്റ്. പക്ഷെ ഒരു നോർമൽ ആളെ സംബന്ധിച്ച് അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അത് ഓരോ നോർമൽ ലൈഫിനെ ബാധിക്കും. നിങ്ങൾക്കൊരു ലൈഫ് ലോങ് ബൾക്കിങ് കട്ടിങ് ഇങ്ങനൊന്നുമില്ലാതെ ലൈഫ് ലോങ് ഫിറ്റായി നിൽക്കാനാണ് ആഗ്രഹം എന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല ഫുഡുകൾ കുറഞ്ഞ കാലറി സർപ്ലസിൽ കഴിക്കുക. അതായത് കണ്ണ് കണ്ടൊക്കെ വാരി വലിച്ച് ബൾക്ക് ചെയ്ത് പിന്നെ എല്ലാം നിർത്തി കട്ട് ചെയ്ത് അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഹോൾ ഫുഡുകളുണ്ടല്ലോ, എഗ്സ്, അതേപോലെ മിൽക്ക്, മീറ്റ്, എല്ലാ ടൈപ്പ് മീറ്റും, റെഡ് മീറ്റാണ് ഏറ്റവും നല്ലത്. അതേപോലെ ചിക്കനും ഫിഷും ഒക്കെ, പിന്നെ ഫ്രൂട്ട്സ്, പിന്നെ നിങ്ങൾക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്ന കാർബോഹൈഡ്രേറ്റുകൾ, അല്ലാതെ പ്രോസസ്ഡ് കാർബിക്ക് പോകണ്ട. കാരണം നിങ്ങളൊരു അത്ലറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് കാർബ് ആവശ്യമുണ്ട് എനർജിക്ക് വേണ്ടിയിട്ട്. അവിടെ കീറ്റോ കാർണിവോർ ഡയറ്റൊക്കെ ഉണ്ട്. പക്ഷേ ഒരു അത്ലറ്റിക് പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാർബോഹൈഡ്രേറ്റ് ആവശ്യമുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ആനിമൽ ബേസ്ഡോ കാർണിവോറോ കീറ്റോ നിങ്ങൾക്ക് വർക്ക് ചെയ്യണ ഏതാ വെച്ചാൽ നിങ്ങൾ ചെയ്യുക. ഇങ്ങനത്തെ നല്ല ഫുഡുകൾക്ക്, മുട്ട, പാല്, മീറ്റ്, അതേപോലെ അൺപ്രോസസ്ഡ് കാർബോഹൈഡ്രേറ്റ്സ്, ഫ്രൂട്ട്സ്, ഇങ്ങനത്തെ ഫുഡുകൾക്ക് ലൈഫിൽ പ്രാധാന്യം കൊടുത്തിട്ട് അത് കൂടുതൽ കഴിച്ച് ഒരു kg ബോഡി വെയ്റ്റിന് ഒരു 1.5 ഗ്രാം പ്രോട്ടീനൊക്കെ എത്തുന്ന രീതിയിൽ നോക്കിയിട്ടൊക്കെ ഡയറ്റ് സെറ്റാക്കി കഴിഞ്ഞാൽ ലൈഫ് ലോങ് ഒരു ചെറിയ കാലറി സർപ്ലസിൽ പോയി കഴിഞ്ഞാൽ നല്ലൊരു ബോഡി ആയിട്ട് ഇങ്ങനെ മുമ്പോട്ട് പോവുക. ചെറിയ രീതിയിൽ മസിൽ ബിൽഡ് ചെയ്ത് പോവുക. ലുക്കാണ്
പ്രാധാന്യം എന്നുണ്ടെങ്കിൽ. ഒരു അത്ലറ്റ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെതായ ആൾക്കാരുടെ അടുത്ത് പോയിട്ട് അതിൻ്റെതായിട്ടുള്ള കോച്ചിങ് തേടേണ്ടി വരും. കാരണം ഓരോ ന്യൂട്രീഷനിങ് വ്യത്യാസമുണ്ട്. ഒരു അത്ലറ്റ് ആകുമ്പോൾ കുറച്ച് കാർബ് കൂടുതൽ വേണ്ടി വരും, കുറച്ചുകൂടി വേണ്ടി വരും. കാരണം ഒരു ദിവസം അത്രയും എനർജിയാണ് ഓല് സ്പെൻഡ് ചെയ്യണത്. അവിടെ ഈ ആനിമൽ ബേസ്ഡ് അല്ലെങ്കിൽ കീറ്റോ ഡയറ്റൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ഒരു ട്രെയിനിങ്ങിന് താങ്ങാനുള്ള എനർജി കിട്ടിയെന്ന് വരില്ല. നിങ്ങളുടെ പർപ്പസ് എന്താണോ അതിനനുസരിച്ച് ട്രെയിൻ ചെയ്യുക, അതിനനുസരിച്ചുള്ള റൂട്ടീന് ജിമ്മത്തെ ആൾക്കാർ പറഞ്ഞു തന്നില്ല എന്നുണ്ടെങ്കിൽ ഓക്കെ, യൂട്യൂബിൽ നോക്കാം, ഗൂഗിളിൽ നോക്കാം, ഇഷ്ടംപോലെ ഉണ്ടാവും. അത് കുറച്ച് കാലം പഠിക്കേണ്ടി വരും, കുറച്ച് പണി ഉണ്ടാവും. അല്ലെങ്കിൽ ഇതേപോലെ ആരെങ്കിലും ചെയ്തെന്നുണ്ടെങ്കിൽ ഓലൊക്കെ ഒന്ന് കോഴ്സ് സെല് ചെയ്യുന്നുണ്ടെങ്കിൽ അത് വാങ്ങും. അങ്ങനത്തെ രീതിയിലൊക്കെ പഠിക്കുക. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്നുള്ളത്, ഇപ്പോൾ ഞാനിപ്പോൾ ഒരു നോർമൽ ലൈഫ് ആളാണെന്നുണ്ടെങ്കിൽ മൂപ്പർക്ക് ഏറ്റവും നല്ല രീതിയിൽ ഹെൽത്തിയിലാണ് വർക്കൗട്ട് ചെയ്യണം, നല്ല ഹെൽത്തിയിൽ പോകണം, ലുക്ക് ഉണ്ടാവണം, ഒരു അത്ലറ്റിക് ബോഡിയും വേണം എന്നുള്ള രീതിയിലാണെന്നുണ്ടെങ്കിൽ ഞാൻ ടൈലർ ചെയ്യുക. ഒരു 3 ദിവസം ലിഫ്റ്റിങ് ജിമ്മിൽ പോവുക, പുഷ് പുൾ ലെഗ്സോ ഇഷ്ടമുള്ള രീതിയിൽ മസിൽ ബിൽഡിങ് അങ്ങനെ ചെയ്യുക. അതിൻ്റെ ഇടയിൽ കൂടെ ഫങ്ഷണൽ എക്സസൈസുകൾ ആഡ് ചെയ്യുക. എങ്ങനത്തത്? സ്നാച്ച്, പവർ ക്ലീൻസ്, അങ്ങനത്തെയൊക്കെ ഫങ്ഷണൽ വർക്കൗട്ട്സുകൾ കൂടുതൽ ആഡ് ചെയ്യുക. കെറ്റിൽ ബെൽ കൊണ്ടുള്ള വർക്കൗട്ടുകളൊക്കെ ഉണ്ടാവും, അതൊക്കെ ചെയ്യാം. പിന്നെ ആഴ്ചയിൽ ഇനിയും 4 ദിവസമുണ്ട്, 3 ദിവസം വർക്കൗട്ട് ആയിട്ടുള്ളൂ. അതിൽ തന്നെ നമ്മൾ എന്ത് ചെയ്തു? ഫങ്ഷണൽ വർക്കൗട്ടുകൾ ആഡ് ചെയ്തു, വെറും ഹൈപ്പർട്രോഫി മാത്രമല്ലാതെ. അടുത്തത് ആ 3 ദിവസത്തിൽ ഒരു 2 ദിവസം സ്പ്രിൻറ്റിങ് നല്ലതാണ്. പിന്നെ ലോങ് ഡിസ്റ്റൻസ് ഓടാന്നുണ്ടെങ്കിൽ അതും. അപ്പോൾ എൻഡുറൻസും ആയി, സ്പീഡായി. സ്പ്രിൻറ്റിങ്ങിന് ഓട്ടം മാത്രമല്ല അതിൻ്റേതായ വർക്കൗട്ടുകളും ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലത്. ലിഫ്റ്റിംഗ് ആയി, അതുപോലെ എൻഡുറൻസ് ആയി. അപ്പോൾ ഒരുവിധം കുറച്ച് കാര്യങ്ങളൊക്കെ ആയി. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ഒരു ഫൈറ്റർ ആണെന്നുണ്ടെങ്കിൽ ആ ഫൈറ്ററിൻ്റെ ട്രെയിനിങ് വേറെ രീതിയിലായിരിക്കും കേട്ടോ. അതൊക്കെ അതിൻ്റെതായ ആൾക്കാരുടെ അടുത്ത് പോയി കൊണ്ട് പഠിക്കണതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ എല്ലാവരും, ഏതൊരു സ്പോർട്സ് മേഖലയിലുള്ള ആൾക്കാരും നേരെ ജിമ്മിൽ വന്നിട്ട് ഒരു ബോഡി ബിൽഡറിൻ്റെ പോലെ ട്രെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ സ്പെസിഫിക് ഗോളിനനുസരിച്ചുള്ള ട്രെയിനിങ് ഷെഡ്യൂൾ നിങ്ങൾ ടൈലർ ചെയ്തെടുക്കുക. അത് ജിമ്മിൽ നിന്ന് കിട്ടണില്ല എന്നുണ്ടെങ്കിൽ അത് എന്തെങ്കിലും വരും, സ്വന്തം റിസർച്ച് ചെയ്ത് പഠിക്കേണ്ടി വരും. ഓക്കെ, അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ.